കൂടുതൽ നേടാനുള്ള ഓട്ടം നമ്മെ എങ്ങനെ ക്ഷീണിപ്പിക്കുന്നു? നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ഒരുപാട് അവസരങ്ങളും അത്ര തന്നെ സമ്മർദ്ദങ്ങളും നിറഞ്ഞ ഒരു കാലമാണ്. മുമ്പത്തെ തലമുറകൾക്ക് ലഭിക്കാത്ത നിരവധി സൗകര്യങ്ങളും വിവരങ്ങളും ഇന്ന് നമ്മുടെ കൈവശമുണ്ട്. ഒരു ചെറിയ മൊബൈൽ ഫോൺ സ്ക്രീനിലൂടെ ലോകത്തിന്റെ ഏതൊരു കോണിലും നടക്കുന്ന കാര്യങ്ങൾ നിമിഷങ്ങൾക്കകം നമ്മൾ കാണുകയും അറിയുകയും ചെയ്യുന്നു. സുഹൃത്തുക്കളുടെ വിജയങ്ങൾ, മറ്റുള്ളവരുടെ യാത്രകൾ, പുതിയ കോഴ്സുകൾ, പുതിയ അവസരങ്ങൾ, പുതിയ ട്രെൻഡുകൾ എല്ലാം ഒരേ സമയം നമ്മളിലേക്ക് ഒഴുകിയെത്തുന്നു. ഈ വിവരങ്ങളുടെ ഒഴുക്ക് നമ്മെ അറിയാതെ ഒരു മനോഭാവത്തിലേക്ക് തള്ളിവിടുന്നു. അതാണ് ഫോമോ എന്ന് അറിയപ്പെടുന്ന ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. ഫോമോ എന്നത് ഒരു പുതിയ ഇംഗ്ലീഷ് വാക്ക് മാത്രമല്ല, അത് നമ്മുടെ മനസ്സിൽ നിശബ്ദമായി വളരുന്ന ഒരു സമ്മർദ്ദമാണ്. നമ്മൾ എന്തെങ്കിലും നഷ്ടപ്പെടുത്തുന്നുവോ എന്ന ഭയം, മറ്റുള്ളവർ നമ്മളെക്കാൾ മുന്നേറുന്നുവോ എന്ന ആശങ്ക, ജീവിതത്തിൽ നാം പിന്നിലാകുന്നുവോ എന്ന സംശയം, ഇവയെല്ലാം ചേർന്നാണ് ഈ ഭയം രൂപം കൊള്ളുന്നത്. അതിനാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ യഥാർത്ഥ ആവശ്യങ്ങൾക്ക് പകരം മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ വേഗത്തോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നു. ഒരു വിദ്യാർത്ഥിയുടെ ജീവിതം എടുത്തു നോക്കൂ. ഒരാൾ ഒരു പുതിയ ഓൺലൈൻ കോഴ്സ് ചെയ്യുന്നു എന്ന് കണ്ടാൽ നമുക്കും അത് ചെയ്യണം എന്ന് തോന്നും. മറ്റൊരാൾ ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നു എന്ന് കേട്ടാൽ നമുക്കും അതിലേക്ക് ചാടാൻ തോന്നും. ആരെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നു എന്ന് കേട്ടാൽ നമുക്കും അതുപോലെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നും. ഇതെല്ലാം ഒരുമിച്ച് പിന്തുടരാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളുടേതായ വഴി നഷ്ടപ്പെടുത്തുന്നു. സോഷ്യൽ മീഡിയ ഈ അനുഭവത്തെ കൂടുതൽ ശക്തമാക്കുന്നു. ഒരു സാധാരണ ദിവസത്തിൽ പോലും നാം മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഹൈലൈറ്റുകൾ കാണുന്നു. ചിലർ വിദേശ യാത്രയിൽ, ചിലർ പുതിയ ബിസിനസ്സിൽ വിജയം നേടി, ചിലർ ഒരു വലിയ നേട്ടം കൈവരിച്ചു. എന്നാൽ ഈ ചിത്രങ്ങളുടെയും പോസ്റ്റുകളുടെയും പിന്നിലുള്ള യാഥാർത്ഥ്യം നമ്മൾ കാണുന്നില്ല. അവിടെ പരിശ്രമം, പരാജയം, ആശയക്കുഴപ്പം, ഭയം എല്ലാം ഉണ്ടാകും. പക്ഷെ നമ്മൾ കാണുന്നത് വിജയത്തിന്റെ ഒരു ചെറിയ നിമിഷം മാത്രമാണ്. അതിനെ നമ്മൾ നമ്മുടെ മുഴുവൻ ജീവിതത്തോട് താരതമ്യം ചെയ്യുന്നു. അപ്പോഴാണ് നമ്മളിൽ ഒരു അസ്വസ്ഥത ആരംഭിക്കുന്നത്. ഈ അസ്വസ്ഥത നമ്മെ കൂടുതൽ തിരക്കുള്ളവരാക്കുന്നു. ഒരേ സമയം കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നുന്നു. പുതിയ ലക്ഷ്യങ്ങൾ, പുതിയ പദ്ധതികൾ, പുതിയ പ്രവർത്തനങ്ങൾ എല്ലാം ചേർന്ന് നമ്മുടെ ദിവസങ്ങൾ നിറയുന്നു. പക്ഷേ ഒരു വിചിത്രമായ കാര്യം സംഭവിക്കുന്നു. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ നമ്മളിൽ ഉള്ള സംതൃപ്തിയും കുറയാൻ തുടങ്ങുന്നു. കാരണം തിരക്കുകൾ പലപ്പോഴും പ്രൊഡക്റ്റീവ് ആകണമെന്നില്ല. പലപ്പോഴും അത് വെറും പ്രതികരണമാണ്. മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതികരണം. നമ്മൾ നമ്മുടെ ജീവിതം രൂപപ്പെടുത്തുന്നില്ല, പകരം മറ്റുള്ളവരുടെ തീരുമാനങ്ങൾ നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നു. ഇത് തിരിച്ചറിയുന്ന നിമിഷമാണ് മാറ്റത്തിന്റെ തുടക്കം. ഒരു നിമിഷം നിർത്തി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റെടുത്തിരിക്കുന്ന പല ബാധ്യതകളും യഥാർത്ഥത്തിൽ നമ്മുടെ സ്വന്തം തെരഞ്ഞെടുപ്പുകളല്ല. സമൂഹത്തിന്റെ പ്രതീക്ഷകൾ, കുടുംബത്തിന്റെ സമ്മർദ്ദം, സുഹൃത്തുക്കളുടെ സ്വാധീനം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ പ്രേരണ, ഇവയാണ് പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങളെ നിർണയിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നത് എനിക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത് കൊണ്ടാണോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ ആകാൻ വേണ്ടിയാണോ? ഈ ചോദ്യം വളരെ ലളിതമായി തോന്നിയേക്കാം, എന്നാൽ അതിന്റെ ഉത്തരം പലപ്പോഴും നമ്മെ ഞെട്ടിക്കും. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പലതും നമ്മുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടതല്ല. അവ വെറും തിരക്കാണ്. തിരക്കുകളുടെ ലോകത്തിൽ നിന്ന് വരുന്ന അനവധി ക്ഷണങ്ങൾക്കുള്ള മറുപടി മാത്രമാണ്. ഇതിനെ മനസ്സിലാക്കാൻ ഒരു ലളിതമായ ഉദാഹരണം നോക്കാം. ഒരു മുറിയിൽ ഒരുപാട് ആളുകൾ ഒരേ സമയം സംസാരിക്കുകയാണെങ്കിൽ അവരിൽ ഓരോരുത്തരെയും ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയില്ല. ഒരാളുടെ ശബ്ദം കേൾക്കണമെങ്കിൽ മറ്റുള്ളവരുടെ ശബ്ദങ്ങളെ കുറച്ചെങ്കിലും അവഗണിക്കേണ്ടി വരും. ജീവിതവും ഇതുപോലെയാണ്. എല്ലാത്തിനും ഒരുപോലെ ശ്രദ്ധ കൊടുക്കാൻ ശ്രമിച്ചാൽ ഒടുവിൽ നമ്മൾ ഒന്നും ആഴത്തിൽ അനുഭവിക്കാൻ കഴിയാതെ പോകുന്നവരാകും. ഇതാണ് ഫോമോയുടെ യഥാർത്ഥ അപകടം. അത് നമ്മെ എല്ലായിടത്തും എത്തിക്കാൻ ശ്രമിക്കുന്നു, എന്നാൽ ഒരിടത്തും നന്നായി നിലകൊള്ളാൻ അനുവദിക്കുന്നില്ല. പക്ഷേ ഇതിന് ഒരു വ്യത്യസ്തമായ മറുപടിയുണ്ട്. അത് ജോമോ എന്നാണ് അറിയപ്പെടുന്നത്. ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ട്. ജോമോ എന്നത് മറ്റുള്ളവരുടെ ജീവിതത്തെ അവഗണിക്കുന്നതല്ല,
അത് ഒരു ബോധപൂർവമായ തിരഞ്ഞെടുപ്പാണ്. എല്ലാത്തിലും പങ്കെടുക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു ആത്മവിശ്വാസം. ചില അവസരങ്ങൾ നഷ്ടപ്പെടുന്നത് ഒരു നഷ്ടമല്ല, മറിച്ച് ഒരു സംരക്ഷണമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു മനോഭാവം. ജീവിതത്തിൽ എല്ലാത്തിനോടും യെസ് പറയണമെന്നില്ല. അതോടൊപ്പം അനവധി നോകളും ഉണ്ടാകും. നമുക്ക് പ്രധാനമായ ഒരു കാര്യത്തിന് അതെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മറ്റൊരു അപ്രധാന കാര്യത്തിന് ഇല്ല എന്ന് പറയേണ്ടി വരും. പ്രശ്നം ഇതാണ്, നമ്മൾ പലപ്പോഴും ഇല്ല എന്ന് പറയാൻ മടിക്കുന്നു. കാരണം നമ്മൾ എന്തെങ്കിലും നഷ്ടപ്പെടുത്തുമോ എന്ന ഭയം നമ്മെ പിടിച്ചിരിക്കുന്നു. എന്നാൽ സത്യത്തിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങൾ പലപ്പോഴും തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ചു കാര്യങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. വിജയിച്ച വ്യക്തികളെ നോക്കൂ. അവർ എല്ലായിടത്തും തലയിടുന്നവരല്ല. സോഷ്യൽ മീഡിയയിലെ എല്ലാ ചർച്ചകളിലും പങ്കെടുക്കുന്നവരല്ല. അവർ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചവരാണ്. എന്നാൽ ആ കാര്യങ്ങളിൽ അവർ അസാധാരണമായ ആഴത്തിൽ പ്രവർത്തിച്ചു. ഇവിടെ നിന്നാണ് ഒരു പുതിയ ചിന്ത ആരംഭിക്കുന്നത്. ജീവിതം നമ്മൾ എഴുതി നിറയ്ക്കേണ്ട ഒരു ടു ഡു ലിസ്റ്റ് അല്ല, നമ്മൾ രൂപപ്പെടുത്തേണ്ട ഒരു ദിശയാണ്. ഒരു ദിവസം നമ്മൾ എങ്ങനെ ചെലവഴിക്കുന്നു എന്നത് നമ്മുടെ ഭാവിയെ നിർണയിക്കുന്നു. ദിവസവും ചെറുതായി ചെയ്യുന്ന തെരഞ്ഞെടുപ്പുകളാണ് ഒടുവിൽ നമ്മുടെ ജീവിതത്തിന്റെ രൂപം നിശ്ചയിക്കുന്നത്. അതിനാൽ നമ്മുടെ സമയം എവിടെയാണ് പോകുന്നത് എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിനെ ലൈഫ് ഓഡിറ്റ് എന്ന് പറയാം. ജീവിതത്തിന്റെ ഒരു സത്യസന്ധമായ പരിശോധന. ഈ പരിശോധനയിൽ നമ്മൾ നമ്മോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കണം. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? എന്റെ ഊർജം ഏതു കാര്യങ്ങളിലാണ് ചെലവാകുന്നത്? എന്നെ വളർത്തുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? എന്നെ ക്ഷീണിപ്പിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഈ ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി ഉത്തരം കണ്ടെത്തുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും. ചില പ്രവർത്തനങ്ങൾ നമ്മെ സന്തോഷിപ്പിക്കുന്നില്ലെങ്കിലും പതിവിന്റെ പേരിൽ നാം അവ തുടരുന്നുണ്ടാകാം. ചില ബന്ധങ്ങൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നതിനു പകരം മാനസികമായി ക്ഷീണിപ്പിക്കുന്നതായിരിക്കാം. ചില ലക്ഷ്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ സ്വപ്നങ്ങൾ പോലും ആയിരിക്കണമെന്നില്ല. ഈ തിരിച്ചറിവുകൾ ആദ്യം അസ്വസ്ഥതയുണ്ടാക്കാം. എന്നാൽ അതാണ് ലളിതമായ ജീവിതത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്. നാം ജീവിതം കൂടുതൽ സങ്കീർണമാക്കാൻ പഠിച്ചവരാണ്. കൂടുതൽ ലക്ഷ്യങ്ങൾ, കൂടുതൽ പ്രവർത്തനങ്ങൾ, കൂടുതൽ പ്രതീക്ഷകൾ, ഇവയെല്ലാം ചേർന്ന് ജീവിതം ഭാരമുള്ളതാക്കുന്നു. എന്നാൽ ചിലപ്പോൾ മുന്നോട്ടു പോകാൻ ഏറ്റവും നല്ല വഴി ഒരു ചുവട് പിന്നോട്ട് വെക്കുന്നതായിരിക്കും. നമ്മുടെ ശ്രദ്ധ ഏറ്റവും വിലയേറിയ വിഭവമാണ്. അത് നാം എവിടെയാണ് ചെലവഴിക്കുന്നത് എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഗുണമേന്മയെ നിർണയിക്കുന്നത്. അതിനാൽ ശ്രദ്ധ സംരക്ഷിക്കുന്നത് ഒരു മാനസിക ശീലമായി മാറണം. ഇവിടെയാണ് ജോമോയുടെ ശക്തി പ്രകടമാകുന്നത്. എല്ലാത്തിലും പങ്കെടുക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കുന്ന സ്വാതന്ത്ര്യം, ചില ക്ഷണങ്ങളെ വിനയത്തോടെ നിരസിക്കാൻ കഴിയുന്ന ധൈര്യം, മറ്റുള്ളവരുടെ വേഗതയോട് പൊരുത്തപ്പെടാതെ സ്വന്തം വേഗതയിൽ മുന്നോട്ടു പോകാനുള്ള ആത്മവിശ്വാസം. ഈ മനോഭാവം വളരുമ്പോൾ ജീവിതത്തിൽ ഒരു പുതിയ ശാന്തത വരാൻ തുടങ്ങും. ദിവസങ്ങൾ കൂടുതൽ വ്യക്തമായതായി തോന്നും. തീരുമാനങ്ങൾ കൂടുതൽ ലളിതമാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി കാണാൻ തുടങ്ങും. ജീവിതത്തിന്റെ ഗുണമേന്മ എത്ര കാര്യങ്ങൾ ചെയ്തു എന്നതിൽ നിന്ന് വരുന്നതല്ല, ഏതെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നതിലാണ് അതിന്റെ മൂല്യം. ഫോമോ നമ്മെ എല്ലാ വാതിലുകളും തുറക്കാൻ പ്രേരിപ്പിക്കുന്നു. ജോമോ നമ്മെ ശരിയായ വാതിൽ തെരഞ്ഞെടുക്കാൻ പഠിപ്പിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പാണ് ഒരു സാധാരണ ജീവിതത്തെയും ഒരു ബോധപൂർവമായ ജീവിതത്തെയും വേർതിരിക്കുന്നത്. ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന മാറ്റമല്ല, പക്ഷെ അത് ആരംഭിക്കുന്നത് ഒരു ചെറിയ തീരുമാനത്തിൽ നിന്നാണ്. എല്ലാത്തിനെയും പിന്തുടരേണ്ടതില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ്. അവിടെ നിന്നാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ യാത്ര ആരംഭിക്കുന്നത്. ജോമോ, നഷ്ടപ്പെടുന്നതിന്റെ സന്തോഷം. ഉദ്ദേശപൂർവമായ ലളിതമായ ജീവിതം രൂപപ്പെടുത്തുക. നമ്മൾ കൂടുതൽ കൂടുതൽ നേടാൻ ശ്രമിക്കുമ്പോൾ അതിനൊപ്പം നമ്മൾ കൂടുതൽ ക്ഷീണിതരാകുന്നു. എന്നിട്ടും കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം, കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കണം, കൂടുതൽ ആളുകളുമായി ബന്ധപ്പെടണം. ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മെ നിരന്തരം മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ നമ്മൾ ഒരു ചോദ്യം ചോദിക്കാൻ തുടങ്ങും. ഇത്രയും തിരക്കിനിടയിൽ ഞാൻ യഥാർത്ഥത്തിൽ സന്തോഷവാനാണോ? പലർക്കും ഈ ചോദ്യം ചോദിക്കാൻ പോലും സമയം ലഭിക്കാറില്ല. ദിവസങ്ങൾ അതിവേഗത്തിൽ കടന്നു പോകുന്നു.
ഒരു ജോലി തീർന്നാൽ മറ്റൊന്ന് തുടങ്ങുന്നു. ഒരു ലക്ഷ്യം കൈവരിച്ചാൽ മറ്റൊന്ന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ഈ തുടർച്ചയായ ഓട്ടത്തിൽ ജീവിതത്തിന്റെ യഥാർത്ഥ രുചി പലപ്പോഴും നഷ്ടപ്പെടുന്നു. ഇവിടെയാണ് ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ട് അഥവാ ജോമോ എന്ന ആശയം ഒരു പുതിയ വഴിയെ തുറക്കുന്നത്. ജോമോ എന്നത് ഒരു ട്രെൻഡായ വാക്ക് മാത്രമല്ല, അതൊരു ജീവിത ദർശനമാണ്. എല്ലാത്തിലും പങ്കാളിയാകേണ്ടതില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത്. ചില അവസരങ്ങൾ നഷ്ടപ്പെടുന്നത് ജീവിതത്തിലെ ഒരു നഷ്ടമല്ല, മറിച്ച് നമ്മുടെ ശ്രദ്ധയും സമാധാനവും സംരക്ഷിക്കുന്ന ഒരു തീരുമാനമാണ്. ജീവിതം നമുക്ക് ദിവസേന അനവധി ക്ഷണങ്ങൾ നൽകുന്നു. പുതിയ പരിപാടികൾ, പുതിയ പദ്ധതികൾ, പുതിയ ഉത്തരവാദിത്തങ്ങൾ, ഇവയെല്ലാം നമ്മെ ആകർഷിക്കുന്നു. എന്നാൽ ഓരോ ക്ഷണവും സ്വീകരിക്കുമ്പോൾ നമ്മുടെ സമയവും ഊർജവും കൂടുതൽ ചിതറിപ്പോകുന്നു. നമ്മൾ വളരെയേറെ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവസാനം ഒന്നിലും പൂർണ്ണമായ സന്തോഷം കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലേക്കെത്തും. ജോമോ നമ്മെ പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠം ഇതാണ്: ജീവിതത്തിന്റെ ഗുണമേന്മ അളക്കുന്നത് നാം ചെയ്ത കാര്യങ്ങളുടെ എണ്ണത്തിൽ നിന്നല്ല, നാം ശ്രദ്ധയോടെ അനുഭവിച്ച കാര്യങ്ങളിൽ നിന്നാണ് അത് രൂപപ്പെടുന്നത്. ഒരു മനോഹരമായ സായാഹ്നത്തിൽ സൂര്യാസ്തമയം കാണാൻ നിമിഷങ്ങൾ ചെലവഴിക്കുന്നത് ഒരുപാട് തിരക്കുള്ള ദിവസങ്ങളിൽ നഷ്ടപ്പെടുന്ന ഒരു അനുഭവമാണ്. ഒരു പുസ്തകത്തിന്റെ കുറച്ച് പേജുകൾ ശാന്തമായി വായിക്കുന്നത് പലപ്പോഴും മൊബൈൽ സ്ക്രീനുകളുടെ ഇടയിൽ നമ്മൾ മറക്കുന്ന ഒരു സന്തോഷമാണ്. കുടുംബത്തോടോ സുഹൃത്തുക്കളോടോ ഉള്ള ഒരു സത്യസന്ധമായ സംഭാഷണം പോലും ഇന്നത്തെ വേഗത്തിലുള്ള ജീവിതത്തിൽ അപൂർവമായ ഒരു അനുഭവമായി മാറിയിരിക്കുന്നു. ഈ ചെറിയ അനുഭവങ്ങളാണ് ജീവിതത്തെ ആഴത്തിൽ മനോഹരമാക്കുന്നത്. എന്നാൽ അവ അനുഭവിക്കാൻ നമ്മൾ ഒരു കാര്യം ചെയ്യണം: വേഗം കുറയ്ക്കണം. ജോമോ അതിനുള്ള ഒരു ക്ഷണമാണ്. ജീവിതത്തിന്റെ വേഗതയെ ചോദ്യം ചെയ്യാനുള്ള ഒരു ക്ഷണം. എല്ലാം പിന്തുടരേണ്ടതില്ല എന്ന ധൈര്യം നേടാനുള്ള ഒരു അവസരം. പക്ഷേ ഈ മനോഭാവം വളർത്തുന്നത് എളുപ്പമല്ല. കാരണം നമ്മൾ വളർന്നു വന്ന സമൂഹം പലപ്പോഴും കൂടുതൽ എന്ന ആശയത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. കൂടുതൽ നേട്ടങ്ങൾ, കൂടുതൽ പണം, കൂടുതൽ ബന്ധങ്ങൾ, ഇവയെല്ലാം വിജയത്തിന്റെ സൂചനകളായി കാണപ്പെടുന്നു. എന്നാൽ ഒരാൾ തന്റെ ജീവിതത്തെ ആഴത്തിൽ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ അവനൊരു സത്യം തിരിച്ചറിയും: യഥാർത്ഥ സന്തോഷം ഉണ്ടാകുന്നത് എണ്ണത്തിൽ കുറവായ ചില കാര്യങ്ങളിൽ നിന്നാണ്. പക്ഷേ അവ അർത്ഥവത്തായ കാര്യങ്ങളായിരിക്കും. എണ്ണത്തിൽ കുറവാണെങ്കിലും ശ്രദ്ധയോടെ ചെയ്ത ജോലികൾ, പക്ഷെ മനസ്സിനെ സമ്പന്നമാക്കുന്ന അനുഭവങ്ങൾ. ഇതിനെ ഒരു തോട്ടത്തെ പോലെ ചിന്തിക്കാം. ഒരു തോട്ടത്തിൽ ഉൾക്കൊള്ളാനാകുന്നതിലധികം വിത്തുകൾ ഒരേ സമയം നട്ടാൽ അവയിൽ പലതിനും ശരിയായി വളരാൻ കഴിയില്ല. എന്നാൽ കുറച്ച് വിത്തുകൾ ശ്രദ്ധയോടെ പരിപാലിച്ചാൽ അവ വളർന്ന് നല്ല ഫലം നൽകും. ജീവിതവും അതുപോലെയാണ്. എല്ലാത്തിലും പങ്കാളിയാകാൻ ശ്രമിക്കുന്നതിന് പകരം ചില കാര്യങ്ങളെ ശ്രദ്ധയോടെ വളർത്തുമ്പോൾ അവ നമ്മുടെ ജീവിതത്തിൽ ആഴത്തിലുള്ള അർത്ഥം സൃഷ്ടിക്കുന്നു. ജോമോയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം ശ്രദ്ധയുടെ സംരക്ഷണമാണ്. ഇന്നത്തെ ലോകത്തിൽ നമ്മുടെ ശ്രദ്ധ വളരെ വിലയേറിയ ഒരു വിഭവമാണ്. സോഷ്യൽ മീഡിയ, വാർത്തകൾ, നോട്ടിഫിക്കേഷനുകൾ, ഇവയെല്ലാം നമ്മുടെ ശ്രദ്ധയെ തുടർച്ചയായി പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. ഒരു നിമിഷം പോലും ശാന്തതയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മിൽ പലരും ജീവിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഫോൺ നോക്കുന്നു. ദിവസമെങ്ങും സന്ദേശങ്ങളും വിവരങ്ങളും നമ്മളിലേക്ക് ഒഴുകിയെത്തുന്നു. രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും സ്ക്രീനുകൾ നമ്മുടെ മുന്നിലുണ്ടാകും. ഈ നിരന്തരമായ വിവരപ്രവാഹം നമ്മുടെ മനസ്സിനെ ക്ഷീണിപ്പിക്കുന്നു. ഒരേ സമയത്ത് അനവധി കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ചിന്തയുടെ ആഴം കുറയുന്നു. ജോമോ നമ്മെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് നയിക്കുന്നു: നമ്മുടെ ശ്രദ്ധ എവിടെയാണ് ചെലവഴിക്കേണ്ടത്. ഒരു വ്യക്തി തന്റെ ശ്രദ്ധയെ അർത്ഥവത്തായ കാര്യങ്ങളിലേക്ക് തിരിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഒരു പുതിയ വ്യക്തതയുണ്ടാകുന്നു. അനാവശ്യമായ ശബ്ദങ്ങൾ പതുക്കെ മങ്ങി തുടങ്ങും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി കാണാൻ തുടങ്ങും. ഈ വ്യക്തത ജീവിതത്തെ ലളിതമാക്കുന്നു, തീരുമാനങ്ങൾ എളുപ്പമാക്കുന്നു, അനാവശ്യമായ ബാധ്യതകൾ കുറയുന്നു, മനസ്സിൽ കൂടുതൽ ശാന്തതയുണ്ടാകുന്നു. ജോമോയുടെ യഥാർത്ഥ ശക്തി ഇതിലാണ്. അത് നമ്മെ ജീവിതത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ പഠിപ്പിക്കുന്നില്ല, മറിച്ച് ജീവിതത്തിൽ കൂടുതൽ ആഴത്തിൽ പങ്കെടുക്കാൻ പഠിപ്പിക്കുന്നു. എല്ലാ അവസരങ്ങളെയും പിന്തുടരാതെ ശരിയായ അവസരങ്ങളെ തിരഞ്ഞെടുക്കാൻ നമ്മെ സഹായിക്കുന്നു. എല്ലാ ശബ്ദങ്ങളെയും കേൾക്കാതെ
നമ്മുടെ ഉള്ളിലെ ശബ്ദത്തെ കേൾക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഇത് ആത്മവിശ്വാസത്തിന്റെ രൂപമാണ്. എനിക്കെല്ലാം ആവശ്യമില്ല എന്ന് പറയാനുള്ള ആത്മവിശ്വാസം. എനിക്ക് പ്രധാനപ്പെട്ടത് ഇതാണ് എന്ന് തിരിച്ചറിയാനുള്ള വ്യക്തത. ഒരു വ്യക്തി ഈ മനോഭാവം സ്വീകരിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുന്നു. മുമ്പ് അവൻ നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ടിരുന്ന പല കാര്യങ്ങളും ഇനി അത്ര പ്രധാനപ്പെട്ടതായി തോന്നുന്നില്ല. പകരം അവൻ ഇപ്പോഴുള്ള നിമിഷങ്ങളെ കൂടുതൽ ആഴത്തിൽ അനുഭവിക്കാൻ തുടങ്ങുന്നു. ഒരു ശാന്തമായ പ്രഭാതം, ഒരു ശ്രദ്ധയുള്ള പഠന സമയം, ഒരു സൃഷ്ടിപരമായ ആശയം, ഇവയെല്ലാം ഇനി ജീവിതത്തിന്റെ കേന്ദ്രത്തിലേക്ക് വരുന്നു. ജീവിതത്തിന്റെ സമൃദ്ധി കൂടുതൽ കാര്യങ്ങൾ കൈവരിക്കുന്നതിൽ നിന്നല്ല, അത് കൂടുതൽ ബോധപൂർവമായി ജീവിക്കുന്നതിൽ നിന്നാണ്. ചില അവസരങ്ങളെ നഷ്ടപ്പെടുത്താൻ തയ്യാറാകുമ്പോൾ നമ്മൾ ഒരു വലിയ നേട്ടം കൈവരിക്കുന്നു: സ്വന്തം ജീവിതത്തിന്റെ നിയന്ത്രണം. മാറ്റങ്ങളോട് പൊരുത്തപ്പെടാനുള്ള ശക്തി, പുതിയ ചീസ് കണ്ടെത്താനുള്ള മനോഭാവം. ജീവിതത്തിൽ നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു അനുഭവമാണ് സ്ഥിരത. കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ നടക്കുമ്പോൾ, ദിവസങ്ങൾ ഒരേ രീതിയിൽ മുന്നോട്ടു പോകുമ്പോൾ നമ്മൾ സുരക്ഷിതരാണെന്ന് തോന്നും. പതിവായ ഒരു സമയത്ത് എഴുന്നേൽക്കൽ, അതേ വഴിയിലൂടെ കോളേജിലേക്കോ ജോലിയിലേക്കോ പോകൽ, പരിചിതരായ ആളുകളുമായി സംസാരിക്കൽ, ഇവയെല്ലാം ചേർന്നാണ് സ്ഥിരതയുടെ അനുഭവം നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്നത്. എന്നാൽ സ്ഥിരത എന്നത് വളരെ കാലം നിലനിൽക്കുന്ന ഒന്നല്ല. ലോകം നിരന്തരം മാറുകയാണ്. സാഹചര്യങ്ങൾ മാറുന്നു, അവസരങ്ങൾ മാറുന്നു, സാങ്കേതിക വിദ്യകൾ മാറുന്നു, മനുഷ്യരുടെ ആവശ്യങ്ങളും പ്രതീക്ഷകളും മാറുന്നു. ഇന്നലെ വരെ നമ്മെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു രീതിയോ ഒരു കഴിവോ നാളെ അത്ര പ്രസക്തമല്ലാതാകാം. ഇത് അംഗീകരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ മനുഷ്യർ പലപ്പോഴും മാറ്റങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരാണ്. പരിചിതമായ കാര്യങ്ങളിൽ നമ്മൾ ആശ്വാസം കണ്ടെത്തുന്നു. പുതിയ സാഹചര്യങ്ങൾ നമ്മെ അസ്വസ്ഥരാക്കുന്നു. പക്ഷെ പലരും ഈ സത്യം അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. പഴയ രീതികളിൽ തന്നെ പിടിച്ചു നിൽക്കാൻ അവർ ശ്രമിക്കുന്നു. കാര്യങ്ങൾ പഴയ പോലെ തിരികെ വരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. എന്നാൽ ലോകം പിന്നോട്ടു പോകുന്നില്ല, അത് മുന്നോട്ടു മാത്രമാണ് നീങ്ങുന്നത്. ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത്: നമ്മൾ മാറ്റങ്ങളെ എങ്ങനെ നേരിടുന്നു? ചിലർ മാറ്റങ്ങളെ ഭയപ്പെടുന്നു, ചിലർ അവയെ അവഗണിക്കുന്നു, എന്നാൽ ചിലർ അവയെ അവസരങ്ങളായി കാണുന്നു. ജീവിതത്തിൽ മുന്നോട്ടു പോകുന്നവരെ വേർതിരിക്കുന്നതും ഇതുതന്നെയാണ്. മാറ്റം വന്നപ്പോൾ ആരാണ് വേഗത്തിൽ പഠിക്കുകയും പൊരുത്തപ്പെടുകയും ചെയ്യുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഒരു ലളിതമായ കഥ നമ്മെ സഹായിക്കുന്നു. ഒരിക്കൽ ഒരു മാളത്തിൽ 4 ചെറിയ എലികൾ ജീവിച്ചിരുന്നു. അവർക്കെല്ലാം ഒരു പ്രധാന ലക്ഷ്യമുണ്ടായിരുന്നു: ചീസ് കണ്ടെത്തുക. ഇവിടെ ചീസ് എന്നത് വെറും ഭക്ഷണമല്ല, സന്തോഷം, വിജയം, അവസരം, സുരക്ഷിതത്വം എന്നിവയുടെ പ്രതീകമാണ്. ഈ 4 എലികൾ ഓരോരുത്തരും വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ളവരാണ്. അവരിൽ 2 പേർ വളരെ ലളിതമായ ചിന്തയുള്ള ചെറിയ ജീവികളായിരുന്നു. അവർ സാഹചര്യങ്ങളെ വേഗത്തിൽ ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. മറ്റു 2 പേർ കൂടുതൽ ചിന്തിക്കുന്ന സ്വഭാവമുള്ളവരാണ്. അവർക്ക് വിശകലനം ചെയ്യാനും പദ്ധതികൾ ഒരുക്കാനും കഴിയും. എന്നാൽ ചിലപ്പോൾ അതേ കഴിവുകൾ തന്നെ അവരെ സംശയങ്ങളിലും ഭയങ്ങളിലും കുരുക്കുകയും ചെയ്യും. ഒരു ദിവസം അവർ ഒരു വളരെ വലിയ ചീസ് കണ്ടെത്തുന്നു. അത് അവരുടെ ജീവിതത്തെ വളരെ എളുപ്പമാക്കുന്നു. ദിവസേന അവർ അതേ സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ ചീസ് ധാരാളമായി ലഭ്യമാണ്. കുറച്ച് ദിവസങ്ങൾക്കു ശേഷം അവർ അതിനോട് പൂർണ്ണമായും പരിചിതരാകുന്നു. അവർ ഇനി അന്വേഷിക്കുന്നില്ല, പുതിയ വഴികൾ പരീക്ഷിക്കുന്നില്ല. കാരണം അവർക്ക് തോന്നുന്നത് ഇതാണ്: ഈ ചീസ് ഒരിക്കലും തീരില്ല. പക്ഷെ ഒരു ദിവസം അവിടെ എത്തുമ്പോൾ അവർ ഒരു അപ്രതീക്ഷിതമായ സത്യം കണ്ടെത്തുന്നു: ചീസ് അവിടെയില്ല. ഇത് പലർക്കും ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ഒരു അനുഭവത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഒരിക്കൽ സ്ഥിരതയുള്ളതായി തോന്നിയ ഒരു ജോലി അപ്രതീക്ഷിതമായി ഇല്ലാതാകാം. ഒരിക്കൽ നമ്മെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു കഴിവ് ഇനി പ്രസക്തമല്ലാതാകാം. ഒരിക്കൽ നമ്മൾ ആശ്രയിച്ചിരുന്ന ഒരു സംവിധാനം പെട്ടെന്ന് മാറിപ്പോകാം. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ആളുകൾ വ്യത്യസ്തമായി പ്രതികരിക്കുന്നു. ചിലർ ഉടൻ തന്നെ ചുറ്റുപാടുകൾ നിരീക്ഷിക്കുകയും പുതിയ വഴികൾ അന്വേഷിക്കുകയും ചെയ്യും. ചീസ് ഇവിടെ ഇല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടാകും എന്ന ചിന്തയാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. അവർ ഭയപ്പെടുന്നില്ല, അവർ അന്വേഷിക്കുന്നു. പക്ഷെ മറ്റു ചിലർ അവിടെ തന്നെ നിൽക്കുന്നു.
അവർ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. ഇത് ഒരു തെറ്റായിരിക്കാം, ചീസ് വീണ്ടും തിരികെ വരും എന്ന് അവർ കരുതുന്നു. അവർ കാത്തിരിക്കുന്നു. കാത്തിരിപ്പ് നീളുന്നു, പക്ഷേ ചീസ് തിരികെ വരുന്നില്ല. ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട മനഃശാസ്ത്ര സത്യം കാണാൻ കഴിയുന്നത്. പലപ്പോഴും നമ്മുടെ മാറ്റം തടയുന്നത് സാഹചര്യമല്ല, നമ്മുടെ മനോഭാവമാണ്. നമ്മൾ പഴയ വിജയങ്ങളോട് വളരെ ശക്തമായി ചേർന്നു നിൽക്കുമ്പോൾ പുതിയ സാധ്യതകൾ കാണാനുള്ള കഴിവ് കുറയുന്നു. ഒരു പ്രത്യേക ജോലിയുടെ മേഖലയിൽ ഒരിക്കൽ ആവശ്യമായിരുന്ന കഴിവുകൾ കാലക്രമേണ മാറുന്നു. പുതിയ സാങ്കേതിക വിദ്യകൾ, പുതിയ രീതികൾ, പുതിയ ചിന്തകൾ ഇവയെല്ലാം ലോകത്തെ മാറ്റുന്നു. ഈ സാഹചര്യത്തിൽ വിജയിക്കുന്നവർ ആരാണ്? പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാകുന്നവർ, പഴയ രീതികളെ ചോദ്യം ചെയ്യാൻ ധൈര്യമുള്ളവർ, ഭയത്തെ മറികടന്ന് മുന്നോട്ടു പോകുന്നവർ. മാറ്റം ആദ്യം അസ്വസ്ഥതയുണ്ടാക്കും, അത് സ്വാഭാവികമാണ്. പരിചിതമായ ഒന്നിനെ വിട്ടുപോകുന്നത് അത്ര എളുപ്പമല്ല. എന്നാൽ ചിലപ്പോൾ മുന്നോട്ടു പോകാനുള്ള ഏക മാർഗം അതായിരിക്കുകയും ചെയ്യും. ജീവിതത്തിൽ പല അവസരങ്ങളും നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ അവ കണ്ടെത്താത്തതിനാലല്ല, പഴയ സ്ഥലങ്ങളിൽ തന്നെ നിൽക്കുന്നതിനാലാണ്. ഒരു വലിയ വാതിൽ തുറക്കാൻ പലപ്പോഴും നമ്മൾ പഴയ വാതിൽ അടയ്ക്കേണ്ടി വരും. ഇവിടെയാണ് പൊരുത്തപ്പെടാനുള്ള കഴിവിന്റെ യഥാർത്ഥ മൂല്യം. ഇത് വെറും ബുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യമല്ല, മനോഭാവവുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ പഠിക്കാൻ തയ്യാറാണ് എന്ന ചിന്ത, ഞാൻ മാറ്റങ്ങളെ സ്വീകരിക്കും എന്ന ധൈര്യം, ഇവയാണ് ഒരു വ്യക്തിയെ മുന്നോട്ട് നയിക്കുന്നത്. പലപ്പോഴും ജീവിതത്തിലെ ഏറ്റവും വലിയ വളർച്ചകൾ അസ്വസ്ഥതയിൽ നിന്നാണ് സംഭവിക്കുന്നത്. നമ്മൾ അറിയാത്ത വഴികളിലൂടെ നടക്കുമ്പോൾ നമ്മൾ പുതിയ കഴിവുകൾ കണ്ടെത്തുന്നു. ഒരു വിദ്യാർത്ഥി പുതിയ വിഷയങ്ങളെ ഭയപ്പെടാതെ പഠിക്കാൻ തുടങ്ങുമ്പോൾ അവൻ തന്റെ കഴിവിന്റെ പരിധികളെ വികസിപ്പിക്കുന്നു. ഒരു യുവാവ് പുതിയ അവസരങ്ങളെ പരീക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ അവൻ തന്റെ ജീവിതത്തിന്റെ സാധ്യതകളെ വർദ്ധിപ്പിക്കുന്നു. മാറ്റം ഒഴിവാക്കാൻ കഴിയില്ല, എന്നാൽ അതിനെ എങ്ങനെ നേരിടണം എന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പാണ്. ചിലർ മാറ്റങ്ങളെ പ്രതിരോധിച്ചു നിൽക്കും, ചിലർ മാറ്റങ്ങളെ പിന്തുടർന്ന് വളരും. ആദ്യത്തെ വഴിയിലൂടെ പോകുന്നവർ പലപ്പോഴും പഴയ ഓർമ്മകളോട് ചേർന്നു നിൽക്കും. രണ്ടാമത്തെ വഴിയിലൂടെ പോകുന്നവർ പുതിയ സാധ്യതകളെ കണ്ടെത്തും. ജീവിതത്തിൽ അനവധി വഴികളുണ്ട്. ചില വഴികൾ അവസാനിക്കും, ചില വഴികൾ നമ്മെ പുതിയ അവസരങ്ങളിലേക്ക് നയിക്കും. പക്ഷെ ഒരാൾ മുന്നോട്ട് നടക്കാതെ നിൽക്കുകയാണെങ്കിൽ അവൻ ഒരിക്കലും പുതിയ വഴി കണ്ടെത്തുകയില്ല. അതിനാൽ മാറ്റത്തെ ഒരു ഭീഷണിയായി കാണുന്നതിനു പകരം അത് ഒരു സൂചനയായി കാണാൻ പഠിക്കണം. ആ സൂചന കേൾക്കുന്നവരാണ് മുന്നോട്ടു പോകുന്നത്. അവർ പഴയ ചീസ് തിരികെ വരും എന്നു കരുതി കാത്തിരിക്കില്ല. പുതിയ ചീസ് കണ്ടെത്താൻ അവർ യാത്ര തുടങ്ങുന്നു. അവിടെ നിന്നാണ് അവരുടെ വളർച്ചയുടെ അടുത്ത അധ്യായം ആരംഭിക്കുന്നത്. ക്ഷാമചിന്തയിൽ നിന്ന് സമൃദ്ധി മനോഭാവത്തിലേക്ക് മനസ്സ് മാറ്റുമ്പോൾ ജീവിതവും മാറുന്നു. ഒരേ സാഹചര്യത്തിൽ ജീവിക്കുന്ന രണ്ടുപേർ ജീവിതത്തെ കാണുന്ന രീതിയിൽ വലിയ വ്യത്യാസമുണ്ടാകാം. ഒരാൾ എല്ലായിടത്തും കുറവുകൾ മാത്രം കാണും, മറ്റൊരാൾ അതേ സാഹചര്യത്തിൽ അവസരങ്ങൾ കണ്ടെത്തും. ഈ വ്യത്യാസത്തിന്റെ വേരുകൾ പുറത്തല്ല, മനസ്സിലാണ്. അത് നമ്മുടെ മനോഭാവത്തിലാണ്. പലർക്കും അറിയാതെയെങ്കിലും അവരുടെ ചിന്തകളിൽ ഒരു ക്ഷാമ മനോഭാവം ഒളിഞ്ഞിരിക്കുന്നുണ്ടാകും. ഈ മനോഭാവം ജീവിതത്തെ പരിമിതമായ വിഭവങ്ങളുടെ ലോകമായി കാണുന്നു. സമയവും അവസരങ്ങളും വിജയവും എല്ലാം കുറവാണെന്ന് അത് നമ്മോട് നിരന്തരം പറയുന്നു. എനിക്ക് സമയം മതിയാകുന്നില്ല, എനിക്ക് അവസരം ലഭിക്കുന്നില്ല, എനിക്ക് സാധിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ചിന്തകൾ പലർക്കും വളരെ പരിചിതമാണ്. ഈ ചിന്തകൾ ഒരിക്കൽ നമ്മുടെ മനസ്സിൽ വേരൂന്നിയാൽ അത് നമ്മുടെ പെരുമാറ്റത്തെയും തീരുമാനങ്ങളെയും സ്വാധീനിക്കാൻ തുടങ്ങും. ക്ഷാമ മനോഭാവം മനുഷ്യനെ നിരന്തരം താരതമ്യങ്ങളുടെ ലോകത്തിലേക്ക് തള്ളിവിടുന്നു. മറ്റുള്ളവരുടെ വിജയം കണ്ടാൽ അത് ഒരു പ്രചോദനമായി തോന്നുന്നതിന് പകരം അത് ഒരു ഭീഷണിയായി തോന്നും. അവൻ മുന്നോട്ടു പോയാൽ ഞാൻ പിന്നിലാകും എന്ന ചിന്ത മനസ്സിൽ വളരും. ഇത് മനുഷ്യനെ ആശങ്കയുടെയും അസ്വസ്ഥതയുടെയും ഒരു ചക്രത്തിൽ കുരുക്കുന്നു. ജീവിതം ഒരു മത്സരം എന്ന പോലെ തോന്നും. മറ്റുള്ളവരുടെ നേട്ടങ്ങൾ നമ്മെ സന്തോഷിപ്പിക്കാതെ നമ്മെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കും. എന്നാൽ ജീവിതത്തിന്റെ ഒരു വലിയ സത്യം ഇതാണ്: ലോകത്തിലെ അവസരങ്ങൾ പരിമിതമല്ല. പുതിയ ആശയങ്ങൾ, പുതിയ സാങ്കേതിക വിദ്യകൾ, പുതിയ വഴികൾ ഇവയെല്ലാം മനുഷ്യരുടെ ചിന്തകളിലൂടെ തുടർച്ചയായി രൂപപ്പെടുന്നു. അതിനാൽ വിജയവും വളർച്ചയും ഒരു ചെറിയ വിഭാഗത്തിന് മാത്രമായി സംവരണം ചെയ്തിട്ടില്ല. അത് പഠിക്കാൻ തയ്യാറുള്ളവർക്കും വളരാൻ തയ്യാറുള്ളവർക്കും ഒരുപോലെ ലഭ്യമാണ്.
ഇവിടെയാണ് സമൃദ്ധി മനോഭാവം എന്ന ആശയം പ്രധാനമാകുന്നത്. സമൃദ്ധി മനോഭാവമുള്ള ഒരാൾ ജീവിതത്തെ വ്യത്യസ്തമായി കാണുന്നു. അവൻ അവസരങ്ങളെ ഒരു പരിമിതമായ വിഭവമായി കാണുന്നില്ല. പഠിക്കാൻ, വളരാൻ, മുന്നോട്ടു പോകാൻ എപ്പോഴും പുതിയ വഴികളുണ്ടെന്ന് അവൻ വിശ്വസിക്കുന്നു. ഇത് വെറും പോസിറ്റീവ് ചിന്തയല്ല, ഇതൊരു പ്രവർത്തനപരമായ സമീപനമാണ്. സമൃദ്ധി മനോഭാവമുള്ളവർ ഒരു പരാജയം കണ്ടാൽ അത് അവരുടെ കഴിവിനെ അന്തിമ വിധിയായി കാണുന്നില്ല. അത് ഒരു പഠനമായി അവർ കാണുന്നു. ഇത് പ്രവർത്തിച്ചില്ലെങ്കിൽ മറ്റൊരു വഴി കണ്ടെത്താം എന്ന ചിന്തയാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ച ആളുകളുടെ കഥകൾ പരിശോധിച്ചാൽ അവരിൽ പലരും ആദ്യം തന്നെ വിജയിച്ചവരല്ലെന്ന് കാണാം. അവർ പലതവണ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവർ മറ്റുള്ളവരുടെ ചിന്തകളെ പരിമിതപ്പെടുത്താൻ അനുവദിച്ചില്ല. അവരെ പോലെ നമുക്ക് നമ്മുടെ ചിന്തകളെ എങ്ങനെ മാറ്റാം? മനോഭാവം ഒരു ദിവസം കൊണ്ട് മാറുന്ന ഒന്നല്ല, അത് ചെറിയ ശീലങ്ങളിലൂടെ രൂപപ്പെടുന്നു. നമ്മുടെ ദിവസേനയുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും ചേർന്നാണ് അത് ശക്തമാകുന്നത്. ഈ മാറ്റത്തിന്റെ ആദ്യപടി നന്ദിയുള്ള മനോഭാവമാണ്. നമ്മൾ പലപ്പോഴും ഇല്ലാത്ത കാര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ ജീവിതത്തിൽ ഇതിനകം തന്നെയുള്ള നല്ല കാര്യങ്ങളെ കാണാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ചിന്തകൾ പതുക്കെ മാറാൻ തുടങ്ങും. ഓരോ ദിവസവും രാത്രി ഉറങ്ങുന്നതിനു മുൻപ് ആ ദിവസത്തിൽ സംഭവിച്ച 3 നല്ല കാര്യങ്ങൾ ഓർക്കുക. അത് വളരെ വലിയ നേട്ടങ്ങൾ ആയിരിക്കണമെന്നില്ല. ഒരു നല്ല സംഭാഷണം, ഒരു പുതിയ അറിവ്, ഒരു ചെറിയ വിജയം, ഇവയൊക്കെയാകാം. ഈ ചെറിയ ശീലം നമ്മെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് പരിശീലിപ്പിക്കുന്നു. ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിയാനുള്ള കഴിവ്. ഇത് പതുക്കെ നമ്മുടെ മനസ്സിന്റെ ശ്രദ്ധ മാറ്റുന്നു, കുറവുകളിൽ നിന്ന് സാധ്യതകളിലേക്ക്. മറ്റൊരു ശക്തമായ ശീലമാണ് ഉദ്ദേശപൂർവമായ ദിനചര്യ. നമ്മൾ പലപ്പോഴും നമ്മുടെ ദിവസങ്ങൾ സ്വയം മുന്നോട്ടു പോകാൻ അനുവദിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുക, പതിവ് പോലെ പ്രവർത്തിക്കുക, രാത്രി ക്ഷീണിച്ച് ഉറങ്ങുക. ഇതാണ് പലരുടെയും ജീവിത രീതി. പക്ഷേ ഒരാൾ തന്റെ ദിവസത്തെ ഉദ്ദേശത്തോടെ രൂപപ്പെടുത്താൻ തുടങ്ങുമ്പോൾ അവന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഒരു ദിവസം ആരംഭിക്കുമ്പോൾ തന്നെ ഇന്ന് ഞാൻ എന്താണ് പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന് ഞാൻ എന്താണ് മെച്ചപ്പെടുത്താൻ പോകുന്നത് എന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നത് വളരെ ശക്തമായ ഒരു ശീലമാണ്. ഇത് നമ്മെ പ്രതികരണപരമായ ജീവിതത്തിൽ നിന്ന് സൃഷ്ടിപരമായ ജീവിതത്തിലേക്ക് നയിക്കുന്നു. ഇവിടെയാണ് ചെറിയ ശീലങ്ങളുടെ ശക്തി പ്രകടമാകുന്നത്. വലിയ മാറ്റങ്ങൾ പലപ്പോഴും ചെറിയ പ്രവർത്തനങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ദിവസേന കുറച്ചു സമയം വായനയ്ക്കായി മാറ്റിവെക്കുക, പുതിയൊരു കഴിവ് പഠിക്കാൻ ശ്രമിക്കുക, ആരോഗ്യം ശ്രദ്ധിക്കുക. ഇവയെല്ലാം ചെറിയ കാര്യങ്ങളായി തോന്നാം, എന്നാൽ സമയം കടന്നു പോകുമ്പോൾ ഇവ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. ഒരു വിത്ത് നട്ടാൽ ഉടൻ തന്നെ അത് ഒരു ഫലവൃക്ഷമായി മാറില്ല. എന്നാൽ ദിവസേന വളരുന്ന ചെറിയ മാറ്റങ്ങൾ ഒടുവിൽ ഒരു വലിയ വൃക്ഷത്തെ സൃഷ്ടിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ചിന്തകളും ശീലങ്ങളും. ഒരു വ്യക്തി തന്റെ ചിന്തകളെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ അവൻ ഒരു പ്രധാനപ്പെട്ട കാര്യം തിരിച്ചറിയും. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ആന്തരിക ശബ്ദം പ്രവർത്തിക്കുന്നു. അത് ചിലപ്പോൾ നമ്മെ പ്രോത്സാഹിപ്പിക്കും, എന്നാൽ പലപ്പോഴും അത് നമ്മെ സംശയിപ്പിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യും. ഇത് നിനക്ക് സാധിക്കില്ല, നീ ഇതിന് തയ്യാറല്ല, ഇത് വളരെ ബുദ്ധിമുട്ടാണ്. ഈ ശബ്ദങ്ങൾ നമ്മുടെ മനസ്സിന്റെ ഒരു സ്വാഭാവിക ഭാഗമാണ്. എന്നാൽ അതിനെ നാം എത്രത്തോളം വിശ്വസിക്കണമെന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. സമൃദ്ധി മനോഭാവമുള്ളവർ ഈ ശബ്ദത്തെ പൂർണ്ണമായും നിർത്താൻ ശ്രമിക്കുന്നില്ല, പക്ഷേ അവർ അതിനെ ചോദ്യം ചെയ്യാൻ പഠിക്കുന്നു. ജീവിതത്തിൽ മുന്നോട്ടു പോകുന്നവർക്ക് ഒരു പ്രത്യേക ഗുണമുണ്ടാകും. അവർ അവരുടെ വ്യക്തിത്വം പരിമിതികളെ ആധാരമാക്കിയല്ല നിർമ്മിക്കുന്നത്, അവർ അത് വളർച്ചയെ ആധാരമാക്കി നിർമ്മിക്കുന്നു. എനിക്കിത് പഠിക്കാൻ കഴിയില്ല എന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ചിന്തയാണ് ഞാൻ ഇത് ഇതുവരെ പഠിച്ചിട്ടില്ല എന്നത്. ആദ്യത്തെ ചിന്ത നമ്മെ തടയുന്നു, രണ്ടാമത്തെ ചിന്ത നമ്മെ വളരാൻ പ്രേരിപ്പിക്കുന്നു. സമൃദ്ധി മനോഭാവം ചെറിയ തീരുമാനങ്ങളുടെ ഫലമാണ്. ഓരോ ദിവസവും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചിന്തകൾ, ഓരോ ദിവസവും നമ്മൾ പിന്തുടരുന്ന ശീലങ്ങൾ, ഓരോ ദിവസവും നമ്മൾ കാണുന്ന സാധ്യതകൾ, ഇവയെല്ലാം ചേർന്നാണ് നമ്മുടെ ജീവിതത്തിന്റെ ദിശ രൂപപ്പെടുന്നത്. ഒരു ദിവസം നമ്മൾ തിരിച്ചറിയും, നമ്മൾ മുമ്പ് കരുതിയിരുന്നതിലും ഉപരി ജീവിതത്തിൽ കൂടുതൽ അവസരങ്ങളുണ്ടെന്ന്. നമ്മൾ മുമ്പ് കരുതിയിരുന്നതിലും ഉപരി നമ്മിൽ കൂടുതൽ കഴിവുകളുണ്ടെന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സത്യം ഇതാണ്:
ജീവിതത്തിന്റെ ഏറ്റവും വലിയ തടസ്സങ്ങൾ പലപ്പോഴും പുറത്തല്ല, അവ നമ്മുടെ ചിന്തകളിലാണ്. ആ ചിന്തകളെ മാറ്റുമ്പോൾ നമ്മുടെ സാധ്യതകളുടെ ലോകവും മാറുന്നു. അവിടെ നിന്നാണ് സമൃദ്ധിയുടെ യഥാർത്ഥ യാത്ര ആരംഭിക്കുന്നത്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.